മുരിങ്ങൂരിൽ കഴിഞ്ഞ 2 ദിവസമായി ഒറ്റപ്പെട്ട് കിടക്കുന്ന ചാലക്കുടി മുരിങ്ങൂരിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ലഭ്യമാണ്. അവിടെ രക്ഷാപ്രവർത്തനം വളരെ അടിയന്തരമായി ഇടപെടൽ ആവശ്യമുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. മുരിങ്ങൂരിൽ സ്ഥിതിഗതികൾ വളരെ സങ്കീർണമാണ്. അവിടെ പല മേഖലകളും ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. പലയിടത്തും ആളുകൾ കുടുങ്ങിയിട്ടുണ്ട്. മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലടക്കം നൂറുകണക്കിന് ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. അവിടെ പല മേഖലകളിലും ആളുകൾ കൂട്ടമായി മേഖലകളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ട്. അവരുടെ സഹായ അഭ്യർത്ഥനകൾ തീവ്രമായി നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇതുവരെയും കാര്യമായ രക്ഷാപ്രവർത്തനം എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതൽ ശക്തമായി അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ജലനിരപ്പ് ഉയരുകയും ജലനിരപ്പിൽ അവർക്ക് പുറത്തേക്ക് ഇറങ്ങാനാകാത്ത സാഹചര്യമുണ്ട്. മുരിങ്ങൂരിൽ അടിയന്തര സഹായം ആവശ്യമുള്ള മേഖലയാണ്. അവിടെ ഇപ്പോഴും കാര്യക്ഷമമായി ആലുവയിലോ മറ്റ് കടുങ്ങല്ലൂരിൽ പോലുമോ എത്തിയ തരത്തിലുള്ള രക്ഷാപ്രവർത്തനം എത്തിയിട്ടില്ല. മുരിങ്ങൂരിലാകെയുള്ള ജലനിരപ്പാണ് നമ്മളിപ്പോൾ കാണുന്നത്. മുരിങ്ങൂരിൽ നിന്ന് അത്രയധികം ദൃശ്യങ്ങൾ പോലും പുറം ലോകത്ത് എത്തിയിട്ടുണ്ടായിരുന്നില്ല. മുരിങ്ങൂരിലാകെ ഇപ്പോൾ ജലനിരപ്പ് ഉയർന്നിരിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് മുരിങ്ങൂരിൽ നിന്നുള്ള അവസ്ഥയാണ്. അവിടെ പലയിടത്തും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് ആവർത്തിക്കട്ടെ. അവിടെ രക്ഷാപ്രവർത്തനം അടിയന്തരമായി എത്തേണ്ട ആവശ്യമുണ്ട്. സൈന്യത്തിന്റെയും രക്ഷാപ്രവർത്തകരുടെയും അടിയന്തര ശ്രദ്ധ പതിയേണ്ട സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് മുരിങ്ങൂരും. വെള്ളം കയറി ജനവാസ കേന്ദ്രങ്ങൾ ഒറ്റപ്പെട്ട് കിടക്കുന്ന സാഹചര്യമാണ് മുരിങ്ങൂരിൽ നിന്ന് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ചാലക്കുടി മുരിങ്ങൂരിലെ അവസ്ഥയാണ് ഇതെല്ലാം. കൃഷ്ണകുമാർ, ഈ മുരിങ്ങൂരിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അവിടെ രക്ഷാപ്രവർത്തനത്തിന്റെ തോത് എങ്ങനെയാണ്? ഷാനി, യഥാർത്ഥത്തിൽ ആ ഭാഗത്തേക്ക് പ്രവർത്തകർക്ക് അങ്ങനെ അങ്ങ് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഒരു വസ്തുത. അവിടെ ഒരുപാട് ആളുകൾ കുരുങ്ങിക്കിടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഡിവൈൻ ധ്യാന കേന്ദ്രം പോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് അത് അവിടുത്തെ ഒരു അവസ്ഥ യഥാർത്ഥത്തിൽ നമുക്ക് വിവരണാതീതമാണ്. കാരണം പലതരത്തിലുള്ള ആളുകൾ അവിടെ ഉണ്ട്. അവരെ രക്ഷിച്ച് പുറത്തേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഏറെ ശ്രമകരം, മറ്റുള്ളിടത്ത് ഉള്ളതിനേക്കാൾ ഏറെ ശ്രമകരമായ പ്രശ്നങ്ങളാണ്. മാനസിക വൈകല്യങ്ങൾ ഉള്ള ആളുകൾ പോലും അവിടെ ഉണ്ട്. അവരെ എല്ലാം രക്ഷിച്ച് പുറത്തേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അതീവ ശ്രമകരമായ ഒരു ദൗത്യമാണ്. ഇവിടെ വേണ്ട രീതിയിൽ ഒരു ഇടപെടലിന് സാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. കാരണം രക്ഷാപ്രവർത്തകർക്ക് തന്നെ ആ ഭാഗത്തേക്ക് എത്തിച്ചേരുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഭാഗം നമുക്ക് കാൽനടയായി അല്ലെങ്കിൽ വെള്ളത്തിലൂടെ നടന്ന് അവിടേക്ക് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യമുള്ള സ്ഥലങ്ങളിലെല്ലാം പെട്ടെന്ന് നാട്ടുകാർക്ക് വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയുന്നുണ്ട്. അതിന് പറ്റാത്ത സ്ഥലങ്ങളിൽ ബോട്ട് അടക്കം ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളിൽ ആണ് രക്ഷാപ്രവർത്തനം വൈകുന്നത്. അല്ലെങ്കിൽ ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റിംഗ് ആവശ്യമുള്ള സ്ഥലങ്ങൾ, അവിടെയൊക്കെയാണ് രക്ഷാപ്രവർത്തനങ്ങൾ വൈകുന്നത്. അല്ലാതെ നടന്ന് എത്താൻ കഴിയുന്ന സ്ഥലങ്ങളിലെല്ലാം നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. ഈ മുരിങ്ങൂർ പോലുള്ള സ്ഥലങ്ങളിൽ അത്ര എളുപ്പം നടന്ന് അവിടേക്ക് എത്താൻ കഴിയാത്ത ഒരു അവസ്ഥയാണുള്ളത്. അത് തന്നെയാണ് രക്ഷാപ്രവർത്തനത്തെ വൈകിപ്പിക്കുന്നത്. ആലുവയിലെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് കൃഷ്ണകുമാർ? ആലുവയിൽ നേരത്തെ ഷാനി തന്നെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന കടുങ്ങല്ലൂർ ഭാഗത്ത് ഇപ്പോഴും ഒട്ടേറെ സ്ഥലങ്ങളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അതും നമുക്ക് ഒരു എണ്ണം ഇതിൽ എത്ര പേർ കുടുങ്ങിയിരിക്കുന്നു, എന്താണ് അവരുടെ അവസ്ഥ എന്നത് സംബന്ധിച്ച് ഒരു എണ്ണം കണക്കാക്കാനാവാത്ത അവസ്ഥയാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തു നിന്നും വിളി വന്നതനുസരിച്ച് ആ ഭാഗം ലക്ഷ്യമിട്ട് പോകുന്ന സംഘത്തെ വിളിക്കാൻ അതിനു മുമ്പ് തന്നെ ഒട്ടേറെ ആളുകൾ ഉണ്ടായിരിക്കും. അവർക്ക് അവിടേക്ക് തിരിയേണ്ടി വരുന്ന ഒരു സാഹചര്യം, അത് ഗുരുതരമായ സാഹചര്യമാണ്. നമുക്ക് ഒരു ചിലയിടങ്ങളിൽ മനുഷ്യസാധ്യമായ ഒരു എവിക്ഷൻ, ഒരു ഇവാക്വേഷൻ സാധ്യമാവുന്നില്ല. അതായത് മനുഷ്യർക്ക് ഇടപെടാവുന്നതിന് ഒരു പരിമിതികളുണ്ട്. ആ പരിമിതികളെല്ലാം പല ഭാഗങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ചാലക്കുടിയിൽ രക്ഷാപ്രവർത്തകർ എത്തിയിരിക്കുന്നു. രക്ഷാപ്രവർത്തനത്തിനുള്ള സഹായ അഭ്യർത്ഥനകൾ നമ്മൾ കാണുന്നു. ഹെലികോപ്റ്ററിന്റെ ശ്രദ്ധ ആകർഷിക്കാൻ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ ശ്രമിക്കുന്നു. അത് എയർലിഫ്റ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു. എയർലിഫ്റ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമായ വാർത്തയാണ്. ചാലക്കുടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. രക്ഷാപ്രവർത്തകർ അവിടെ എത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തകർ കുഞ്ഞുങ്ങളെയും വൃദ്ധരെയും ആയിരിക്കും ആദ്യം എയർലിഫ്റ്റ് ചെയ്യുക എന്നത് നമുക്കറിയാം. അവിടെ നിന്ന് കുട്ടികളെ അടക്കം ഹെലികോപ്റ്ററിന്റെ സഹായത്തോടെ രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹെലികോപ്റ്ററിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എയർലിഫ്റ്റ് ചെയ്യുകയാണ്. അടിയന്തര സഹായം ആവശ്യമുള്ള മേഖലകളിൽ കുട്ടികളെ അടക്കം ഇപ്പോൾ ഹെലികോപ്റ്റർ സഹായത്തോടെ മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ചാലക്കുടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. രക്ഷാപ്രവർത്തനം ഇന്ന് ആകാശമാർഗമുള്ള രക്ഷാപ്രവർത്തനം കൂടി ഇന്ന്
കൂടുതൽ ഊർജിതമായിരിക്കുകയാണ്. പല സ്ഥലത്തും സാധ്യമായ സ്ഥലങ്ങളിലെല്ലാം വ്യോമസേന എത്തിയിട്ടുണ്ട്. നാവികസേനയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. ഇപ്പോൾ കാണുന്നത് ചാലക്കുടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ചാലക്കുടിയിൽ ഹെലികോപ്റ്ററിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ എയർലിഫ്റ്റ് ചെയ്യുകയാണ്. വ്യോമമാർഗം ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയാണ്. ഹെലികോപ്റ്ററിലേക്ക് കുഞ്ഞുങ്ങളെ അടക്കം എയർലിഫ്റ്റ് ചെയ്ത് മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ചാലക്കുടി ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ചാലക്കുടി ഫ്ലൈ ഓവറിൽ പോലും വെള്ളം കയറിയ സാഹചര്യമുണ്ട്. അവിടെ എയർലിഫ്റ്റിംഗ് അല്ലാതെ മാർഗമില്ലാത്ത മേഖലകളുമുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തകരുടെ ശ്രദ്ധ, സൈന്യത്തിന്റെ ശ്രദ്ധ ആ മേഖലകളിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അത് ആശ്വാസകരമാണ്. സൈന്യം ചാലക്കുടിയിൽ എത്തിയിരിക്കുന്നു. ചാലക്കുടിയിലെ ഒറ്റപ്പെട്ട മേഖലകളിൽ നിന്ന് രക്ഷാപ്രവർത്തനം വ്യോമമാർഗം തുടങ്ങിയിരിക്കുന്നു. കുഞ്ഞുങ്ങളെയാണ് ആദ്യം എയർലിഫ്റ്റ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെയും പ്രായമായവരെയും രോഗികളെയുമാണ് ആദ്യം എയർലിഫ്റ്റ് ചെയ്ത് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുക. നമുക്ക് കാണാം വെള്ളം താഴെ മനുഷ്യൻ ഇറങ്ങി നടക്കാൻ സാധ്യമല്ലാത്തതുപോലെ ആൾപ്പൊക്കത്തിൽ മറ്റും വെള്ളം ഉള്ള സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ നാവികസേന അവിടുത്തെ ആളുകളെ എയർലിഫ്റ്റ് ചെയ്ത് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നത്. കൂടി ഓർമ്മിപ്പിക്കട്ടെ, ചാലക്കുടിയിൽ രക്ഷാപ്രവർത്തകർ എത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ആധി. പ്രത്യേകിച്ചും സൈന്യത്തിന്റെയും മറ്റും സഹായം കൃത്യമായി ആവശ്യമുള്ളൊരു സ്ഥലത്ത് ആവശ്യമായ തോതിൽ രക്ഷാപ്രവർത്തനം എത്തിയിരുന്നില്ല. രക്ഷാപ്രവർത്തനം അവിടെ അപര്യാപ്തമായിരുന്നു. പരിമിതികൾക്കുള്ളിലും അത് അടിയന്തരമായി ചെയ്യേണ്ടതാണ് എന്ന് നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ചാലക്കുടിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അല്പം ആശ്വാസം പകരുന്നതാണ്. കുഞ്ഞുങ്ങളടക്കം എയർലിഫ്റ്റ് ചെയ്ത് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ സൈന്യം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യ സഹായം ആവശ്യമുള്ളിടത്തേക്ക് സൈന്യം എത്തിത്തുടങ്ങിയിരിക്കുന്നു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. നാവികസേന ഇന്ന് സാധ്യമായ സ്ഥലങ്ങളിലെല്ലാം എയർലിഫ്റ്റിംഗ് നടത്തും എന്ന് നേരത്തെ കമാൻഡർ മനോരമ ന്യൂസിനോട് പറഞ്ഞത് നമ്മൾ കേൾക്കുകയുണ്ടായി. ആദ്യം ജനങ്ങൾക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കുക, ഭക്ഷണവും വെള്ളവും എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രയോറിറ്റി. അത് കഴിഞ്ഞാൽ ഏറ്റവും അടുത്തതായി ചെയ്യുന്നത് സാധ്യമായ ആളുകളെ മുഴുവൻ ഒറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശത്ത് നിന്ന് വ്യോമമാർഗം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനുള്ള ശ്രമമായിരിക്കും. അത്തരത്തിലുള്ള ഒരു ദൃശ്യം, ആശ്വാസം പകരുന്ന ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. മധ്യകേരളത്തിൽ സാഹചര്യങ്ങൾ സങ്കീർണമായി തുടരുമ്പോൾ തന്നെ ഇപ്പോൾ നമുക്ക് അല്പം ഉത്കണ്ഠയുണ്ടാക്കുന്ന മറ്റൊരു വാർത്ത ഉണ്ടാകുന്നത് ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ നിന്നാണ്. ഭാരതപ്പുഴയുടെ തീരത്തും കരകയറിയ